गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ജനുവരി 19 മുതൽ 25 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട് മകരം 6 മുതൽ 12 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ കുജൻ, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ബുധൻ, കർമ്മസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. വിദ്യാഗുണം ഉണ്ടാകും. സാമ്പത്തികമായി മോശമായിരിക്കുകയില്ല. ബന്ധുഗുണം കുറയും. ഉദരരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. സന്താന ഗുണം കുറയും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. മനസ്സന്തോഷം, ബന്ധുസമാഗമം എന്നിവയുണ്ടാകും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ കുജനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും ഭാഗ്യസ്ഥാനത്ത് രവിയും കർമ്മസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് യോഗം കാണുന്നു. ശത്രുശല്യം കുറയും. ആഭരണ ലാഭം ഉണ്ടായേക്കാം. കാര്യവിജയം ഉണ്ടാകും. സന്താന ഗുണം വർദ്ധിക്കും. മനപ്രയാസവും പ്രിയജനങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും. ജോലിഭാരം വർദ്ധിക്കും. സ്ത്രീകൾ മുഖേന കലഹങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാന പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായി കുജനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും അഷ്ടമത്തിൽ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ശനിയും ശുക്രനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം. സ്വജനവിരോധം, ഉറക്കമില്ലായ്മ എന്നിവ അലട്ടും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ധർമ്മപ്രവർത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. മനോദുഃഖം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും വ്യയസ്ഥാനത്തുമായി ചൊവ്വയും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ബുധനും കളത്രസ്ഥാനത്ത് രവിയും അഷ്ടമത്തിൽ ശനിയും ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരപീഡ വർദ്ധിക്കും. അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട്. വിദ്യാപുരോഗതി പ്രതീക്ഷിക്കാം. ശത്രുക്കളുമായി രമ്യതയിലെത്തും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. ദാമ്പത്യഗുണം പ്രതീക്ഷിക്കാം. ബന്ധുഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ബുധനും ശത്രുസ്ഥാനത്ത് സൂര്യനും കളത്രസ്ഥാനത്ത് ശനിയും ശുക്രനും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. ജപധ്യാനാദികൾക്ക് മുടക്കം വരാൻ സാധ്യതയുണ്ട്. വിവേകശൂന്യമായ പെരുമാറ്റം ഒഴിവാക്കുക. രോഗങ്ങൾ ശമിക്കും. ശത്രുക്കളുമായി രമ്യതയിലാവും. യാത്രാക്ലേശത്തിന് സാധ്യത കാണുന്നു. ദാമ്പത്യ സൗഖ്യം കുറയും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾക്ക് സാധ്യത. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ തിരിച്ചടികൾക്ക് സാധ്യത കാണുന്നുണ്ട്. ദുഷ്ചെലവുകൾ നിയന്ത്രിക്കണം. വീഴ്ച, ദേഹക്ഷതം എന്നിവ വരാതെ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ബുധൻ, പുത്രസ്ഥാനത്ത് സൂര്യൻ, ശത്രുസ്ഥാനത്ത് ശനിയും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ കുജൻ എന്നിവ സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭവും ബന്ധുസമാഗമവും യാത്രാഗുണവും കാണുന്നു. രോഗദുരിതങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സുഖം കുറയും. കാര്യവിജയം ഉണ്ടാകും. ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. കുടുംബസുഖമുണ്ടാകും. ധനപരമായി മെച്ചമായിരിക്കും. അധികാര സ്ഥാനപ്രാപ്തി ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഗണപതി പ്രീതി, സർപ്പപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ബുധനും
സുഖസ്ഥാനത്ത് സൂര്യനും പുത്രസ്ഥാനത്ത് ശനിയും ശുക്രനും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത, അനുഭവഗുണം കുറയും, രോഗശമനം വൈകും, സന്താന ഗുണം ഉണ്ടാകും, അകാരണമായ ഭയം മനസ്സിനെ അലട്ടും, കർമ്മഗുണം കുറയും, വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് ഈ കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ബുധനും സഹോദരസ്ഥാനത്ത് രവിയും സുഖസ്ഥാനത്ത് ശനിയും ശുക്രനും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനസ്ഥിതി മെച്ചപ്പെടും, ഗൃഹവാഹനാദി സൗഖ്യം ഉണ്ടാകും, സന്താനങ്ങൾക്ക് അഭിവൃദ്ധിക്ക് സാധ്യത, അകാരണമായ മനപ്രയാസത്തിന് സാധ്യത കാണുന്നു, ദാമ്പത്യ സൗഖ്യവും കാര്യവിജയവും ഉണ്ടാകും, ശരീരസുഖം കുറയും, വ്രണാദി രോഗങ്ങളെ കരുതിയിരിക്കുക. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും ധനസ്ഥാനത്ത് രവിയും സഹോദരസ്ഥാനത്ത് ശനിയും ശുക്രനും ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിലും കളത്രസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത, നയനരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു, വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. ശത്രുശല്യം കുറയും, വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും, അഭീഷ്ടസിദ്ധി ഉണ്ടാകും, അനുഭവഗുണം കുറയും, ജ്വരാദി രോഗങ്ങൾ, മുറിവുകൾ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും ജന്മത്തിലും വ്യയസ്ഥാനത്തുമായി ബുധനും ധനസ്ഥാനത്ത് ശനിയും ശുക്രനും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഷ്യം നിയന്ത്രിക്കണം, ശരീരസുഖം കുറയും, വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ത്വഗ് രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു, ധനസ്ഥിതി മെച്ചപ്പെടും, സർക്കാർ ആനുകൂല്യങ്ങൾക്ക് സാധ്യതയുണ്ട്, ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ശുക്രനും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ചൊവ്വയും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധനും വ്യയസ്ഥാനത്ത് സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. വാദസംബന്ധമായ അസുഖങ്ങൾ അലട്ടും, മൃഷ്ടാന ലാഭവും ശയനസുഖവും ഉണ്ടാകും, നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവത്തിന് സാധ്യത, മനസ്സുഖം കുറയും, ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു, വിദ്യാലാഭം ഉണ്ടാകും, കച്ചവട പ്രവൃത്തികളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ കുജനും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായ ബുധനും വ്യയസ്ഥാനത്ത് ശുക്രനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സത്തിനും രോഗവർദ്ധനവിനും സാധ്യത കാണുന്നു, മനപ്രയാസം വർദ്ധിക്കും, കർമ്മഗുണവും കളത്രസുഖവും ഉണ്ടാകും, അലച്ചിലുണ്ടാകും, ആഡംബര വസ്തുക്കളിൽ ആസക്തി വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.